ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ കുക്കറിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയാലോ ഇന്ന്? ഞാൻ കുക്കറിൽ ഇതുവരെ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് കുക്കറിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ഞാൻ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി കുഞ്ഞുള്ളിയും ഒരു സ്പൂണ് ഉലുവ പിന്നെ തേങ്ങ ഇട്ടിട്ടുണ്ട്. അങ്ങനെ തേങ്ങയും ഉലുവയും അരിയും കൂടി നന്നായിട്ട് തേങ്ങയും ഉലുവയും ചെറിയ ഉള്ളിയും അരിയും കൂടി നന്നായിട്ട് കൈ വെച്ച് ഇങ്ങനെ നല്ല ഞൊരടി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൈ വെച്ച് തേങ്ങയും ഉലുവയും അരിയും കുഞ്ഞുള്ളിയൊക്കെ കൈവച്ച് മിരടി മിക്സാക്കി ഒരു കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കുക്കറിലല്ലാതെ നോർമലായിട്ട് ഞാൻ തേങ്ങാച്ചോറൊക്കെ വെച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ആയത് കാരണം ഗ്യാസിൽ ഒരുപാട് നേരം വെക്കണ്ടേ, അത് കുറവ് അരിയാവുമ്പോൾ നല്ല വേവുള്ളതല്ലേ. അപ്പോൾ ഞാനത് കുക്കറിൽ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ഇന്ന് കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കപ്പിനാണ് ഞാൻ ഒരു കപ്പ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കപ്പിന് തന്നെ 2.25 കപ്പ് വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ തേങ്ങയും അരിയും വെള്ളമൊക്കെ പാടെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതാ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, ഉപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ അത് ഗ്യാസിൽ നന്നായിട്ട് മിക്സാക്കി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് ഫുൾ സ്പീഡിൽ 2 വിസിലടിക്കോളം വെച്ചു. പിന്നെ ഗ്യാസ് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം 3 വിസിലടിക്കോളം വെച്ചിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി ഞാനൊരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഞാൻ ശരിക്കും ഇത്ര നന്നാവുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കണ അതേപോലെ നന്നായിട്ടുണ്ട്. തേങ്ങാച്ചോർക്ക് ബീഫാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ കറിയാട്ടാ. ബീഫിവിടെ മക്കൾക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ അന്ന് ടൈം ഉണ്ടായിട്ടില്ല. അപ്പം മക്കൾക്ക് ഇതിലേക്ക് ഞാനൊരു നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കൾ തേങ്ങാച്ചോറ് തിന്നൂല. അപ്പം മക്കൾക്ക് നെയ്ച്ചോറും ഞങ്ങൾക്ക് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാ തേങ്ങാച്ചോർക്കും നെയ്ച്ചോർക്കും കൂടി ഒരൊറ്റ ചിക്കൻ കറിയും എളുപ്പം പണി കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഫ്രൈഡേ സ്പെഷ്യലാണ് തേങ്ങാച്ചോറും നെയ്ച്ചോറും ചിക്കൻ കറിയും. ചിക്കൻ കറി എന്ന് വെച്ചാൽ നമ്മളെ കല്യാണ വീട്ടിലൊക്കെ ഉള്ള കുറച്ചിങ്ങനെ ലൂസായിട്ടുള്ള ചിക്കൻ കറി ഇല്ലേ, ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. എപ്പോഴും നമ്മൾ ഗ്രേവി ആയിട്ടും പിന്നെ ചിക്കൻ പല രീതിക്ക് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ചിക്കൻ പൊരിച്ച് വെച്ചിട്ടും ചില്ലി ചിക്കനായിട്ടും ഗാർലിക് ചിക്കനും ബട്ടർ ചിക്കൻ അങ്ങനെ ചിക്കനിൽ തന്നെ പല ഐറ്റംസ് നമ്മൾ പല രീതിയിൽ തയ്യാറാക്കി വെക്കണമെന്നില്ലേ. അപ്പോൾ ഞാൻ എന്താ കരുതി നമ്മൾ പണ്ടത്തെ കല്യാണ വീട്ടിലെ ചിക്കൻ കറി നെയ്ച്ചോറാക്കാന്ന്. അപ്പോൾ അതാ നമ്മളെ കുക്കർ തുറന്നപ്പോൾ ശരിക്കും നമ്മളൊരു എന്താ പറയുക, അടുപ്പിൽ വെച്ച് കത്തിച്ച് തേങ്ങാച്ചോറ് എങ്ങനെ ഉണ്ടാക്കുക അതേപോലെ ഒട്ടും വെള്ളമില്ലാതെ അരിയൊക്കെ ഇങ്ങനെ വറ്റൊക്കെ ഇങ്ങനെ ഒരു വറ്റുമെന്ന് വിട്ടിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ കുക്കറിൽ ഉണ്ടാക്കിയാൽ നന്നാവോ ഇല്ലയെന്ന് ഡൗട്ട് അടിച്ച് നിൽക്കുന്നവരൊന്നും ഉണ്ടാവും. എന്നാൽ പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും